കോഴിക്കോട്ടെ വിവരങ്ങൾ നൽകാനായി സലാം മുഹമ്മദ് പാളയം മാർക്കറ്റിൽ നിന്ന് ചേരുന്നുണ്ട്. സലാം, ഇന്നിപ്പോൾ രാവിലെ ആദ്യമേ ഗുഡ് മോർണിംഗ് പറയട്ടെ, നല്ലൊരു ദിവസമായിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല എന്ന് വേണ്ട. സലാം, ഗുഡ് മോർണിംഗ്. ഓക്കെ സലാം, ഏതായാലും കൊടയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ പറയാൻ വന്നത്. രാവിലെ നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ തന്നെ വലിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കോഴിക്കോട്ടെ ഓണത്തിന് മഴ കൊണ്ടുപോകുമോ? അമൃത, അതിരാവിലെ മുതൽ അതിശക്തമായ മഴ തന്നെയാണുള്ളത്. എന്നാൽ പോലും കോഴിക്കോട്ടെ ഓണാഘോഷത്തിന് ഓണത്തിരക്കിന് ഒരു കുറവുമില്ല. ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ പാളയം മാർക്കറ്റിലാണ്. നമുക്കറിയാം കോഴിക്കോട്ടുകാരുടെ ഓണാഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പാളയം മാർക്കറ്റിൽ നിന്നുള്ള ഈ പച്ചക്കറി കച്ചവടമാണ്. ഈ പച്ചക്കറി വാങ്ങാനുള്ള നിരവധി ആളുകളാണ് രാവിലെ മുതൽ തന്നെ പാളയം മാർക്കറ്റ് എത്താറുള്ളത്. എന്നാൽ ഇന്ന് തിരക്ക് അല്പം കുറവുണ്ടെങ്കിൽ പോലും ഈ അതിരാവിലെ എന്ന് പറയുമ്പോൾ ഈ കച്ചവടക്കാരുടെ തിരക്കാണ്. ഈ സാധനങ്ങൾ, അതായത് മാർക്കറ്റ് ഹോൾസെയിൽ കടകളിലേക്കൊക്കെ തന്നെ സാധനങ്ങൾ എത്തിക്കുന്ന ആ ഒരു തിരക്കാണ് രാവിലെ സാധാരണ അനുഭവപ്പെടാറുള്ളത്. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും അനുഭവപ്പെടുന്നത്. ഒരു പക്ഷേ കുറച്ച് സമയങ്ങൾക്ക് ശേഷമായിരിക്കാം ആളുകളൊക്കെ തന്നെ പൊതുജനം സ്വാഭാവികമായും ഈ പച്ചക്കറി വാങ്ങുന്നതിനും മറ്റും സാധനങ്ങൾ വാങ്ങുന്നതിനൊക്കെ തന്നെ ഈ മാർക്കറ്റിലേക്ക് എത്താറുള്ളത്. പാളയത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ പച്ചക്കറിയാണ് പ്രധാനമായും കച്ചവടം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഓണസദ്യ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പച്ചക്കറി വിഭവങ്ങൾ ഇവിടെ നിന്നും വാങ്ങാനുള്ള ആളുകളുടെ തിരക്കായിരിക്കും ഒരു പക്ഷേ അല്പസമയത്തുള്ള അനുഭവപ്പെടുന്നത്. ഏതായാലും വലിയ മഴ രാവിലെ മുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളൊന്നും ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാരുടെ തിരക്കാണ്. രാവിലെ സാധനങ്ങൾ വലിയ ലോറിയിലൊക്കെ തന്നെ ഇങ്ങോട്ട് എത്തിച്ച് അത് കടകളിലേക്ക് പാക്ക് ചെയ്യുന്നതിനുള്ള തിരക്കാണ്. ഓണം പ്രമാണിച്ച് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണത്തിന്റെ തിരക്ക്? ഓണത്തിന് തിരക്ക് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം തെറ്റില്ലാത്ത തിരക്കാണ്. സാധനങ്ങളൊക്കെ എത്തുന്നുണ്ടോ? സാധനങ്ങളൊക്കെ ചുരത്തിലെ ബ്ലോക്ക് ബാധിച്ചോ? ഇല്ലില്ല, ചുരത്തിലൊന്നും ബ്ലോക്ക് ഇല്ലല്ലോ. ഇപ്പോൾ ആ കണ്ടെയ്നർ ഇന്നലെ വന്നതല്ലേ, അത് ഇന്നലെ കഴിഞ്ഞില്ല. ഇല്ലില്ല, അതൊന്നുമില്ല. അതൊക്കെ പിന്നെ എല്ലാവരും വെക്കേഷന് പോവാനും ഇതിന്റെ ലീവും പച്ചക്കറി കൂടുതലാ. ഏറ്റവും പ്രധാനമായും കച്ചവടം പയറ്, പിന്നെ മുരിങ്ങ, അങ്ങനത്തെ വെണ്ടക്ക, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരും. ആൾക്കാർ ഇങ്ങനെ ഇവിടെ നേരിട്ട് വന്ന് വാങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തട്ട് കച്ചവടം തുടങ്ങും, ചില്ലറ കച്ചവടം തുടങ്ങും. അപ്പോൾ കുറച്ച് ജനങ്ങൾ വരും ചെയ്യും. വില കുറവാണ്, വലിയ ഇതൊന്നുമില്ല. ഇതാണ് അമൃത. കുറച്ച് കഴിഞ്ഞാലായിരിക്കാം ചെറുകിട കച്ചവടക്കാരുടെ ഭാഗത്തുനിന്നും അവർ ഇവിടെ സ്റ്റാള് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും, അവിടേക്കായിരിക്കും കൂടുതൽ ആളുകൾ എത്തി പച്ചക്കറി വാങ്ങുന്ന സ്ഥിതി ഉണ്ടാവുക. ഏതായാലും ഇപ്പോൾ ഹോൾസെയിൽ വ്യാപാരികളുടെ ഒരു തിരക്കാണ്. ആ രീതിയിൽ ഈ സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിയ ലോറിയിലും മറ്റും ഈ അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ തന്നെ എത്തിയ വലിയ ലോഡുകൾ കടയിലേക്ക് നീക്കം ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള എങ്ങനെയുണ്ട് ചേട്ടാ ഓണത്തിന് കച്ചവടം കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. മഴ നമ്മളെ ബാധിച്ചിരിക്കണം. ഇന്നലെ മുതൽ തന്നെ മഴ ഉണ്ട്. അതെ, നല്ല മഴ ആയതുകൊണ്ട് കച്ചവടത്തിന് നല്ലോണം ബാധിച്ചിരിക്കണം മഴ. സാധനങ്ങളൊക്കെ എത്തിയോ? സാധനങ്ങളുണ്ട്, വില ഓവർ വിലയൊന്നുമില്ല, എല്ലാം മിതമായ റേറ്റ് ഉള്ളൂ. പയർ മാത്രം കുറച്ച് വില ആവശ്യമുണ്ട്. കഴിഞ്ഞ തവണ ഓണത്തിന് കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഇപ്പോൾ റേറ്റ് ഇന്ന് മഴ കാരണമാണ് സാധനമൊക്കെ കുറച്ച് ഡൗൺ ആണ്. അതാണ് ആളുകൾ പറയുന്നത്. കാരണം കോഴിക്കോട് നമുക്കറിയാം ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള മഴ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആളുകൾ ഈ മാർക്കറ്റിലേക്ക് എത്തുന്നത് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവമാണ് കച്ചവടക്കാർ പറയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണത്തിന്റെ കച്ചവടം? ഓണത്തിന്റെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കച്ചവടം ഒരു ലെവലിൽ അങ്ങനെ പോകുന്നുണ്ട്. നമ്മളോട് ഇപ്പോൾ മലബാറിലെ എല്ലാ ജില്ലയിലേക്കുള്ള കച്ചവട സാധനങ്ങളൊക്കെ ഇവിടെ നിന്നല്ലേ പോവാറ്? ഇവിടുന്ന് പോകും. രാമനാട്ടുകര, കൊണ്ടോട്ടി, വടകര, തലശ്ശേരി എല്ലാ ഏരിയയിലും ഉണ്ട്. പോകുന്നുണ്ടോ ലോഡൊക്കെ കാര്യമായിട്ട്? സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഏതാണ് പ്രധാനമായിട്ട് ഓണത്തിന് പോകുന്ന പച്ചക്കറി? പയറ്, വെണ്ടക്ക, കയ്പ, ക്യാരറ്റ്, ഇങ്ങനത്തെ സാധനം, ചേന, ഇളവന്, മത്തന്, വെള്ളരി, കാബേജ്, ഇതൊക്കെ തന്നെ. നാട്ടുകാര് വന്നിട്ട് വാങ്ങുന്ന സമയമായിട്ടില്ല. ഓല് വരാനൊരു 9 മണി 10 മണിയാവും. ഒരു 9 മണി 10 മണിയോട് കൂടി ആയിരിക്കും സാധാരണ ആളുകൾ ഇവിടെ എത്തി ഈ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരുക്കത്തിലൊക്കെ ആളുകൾ ഏർപ്പെടുക. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ വലിയ ലോഡുകൾ ഹോൾസെയിൽ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വലിയ ലോഡുകൾ എത്തി അങ്ങനെ പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ അവരുടെ കടകളിലേക്ക് നീക്കം ചെയ്യുന്ന കാഴ്ചകളാണ്. ഇവിടെ വലിയ തിരക്ക് തന്നെയാണ് രാവിലെ അനുഭവപ്പെടുന്നത്. സാധാരണ
ഉണ്ടാകുന്നത്. സാധാരണ ദിവസങ്ങളിൽ തന്നെ പാളയം മാർക്കറ്റിൽ തിരക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിൽ പോലും ഈ ഓണം പ്രമാണിച്ച് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ഓണസദ്യ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനമായും നേരത്തെ ഈ ആളുകൾ ചൂണ്ടിക്കാണിച്ച പോലെ, കച്ചവടക്കാർ ചൂണ്ടിക്കാണിച്ച പോലെ വെണ്ട, അതുപോലെ ഈ മുരിങ്ങ ഉൾപ്പെടെയുള്ള പച്ചക്കറി സാധനങ്ങൾക്കാണ് വലിയ ഡിമാൻഡ് ഉള്ളത്. നമുക്കറിയാം ശരി, സലാം തുടരൂ.